കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് അലിനേഷൻ ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫാമിലി ലൈഫ് തകർക്കുവാനായിട്ട് മൂന്നാമത് ഒരാളോ അല്ലെങ്കിൽ ആളുകളോ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ജനറലി പറയാവുന്ന പേരാണത് അലിനേഷൻ ഓഫ് ലവ് ആൻഡ് അഫെക്ഷൻ എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതം മൂന്നാമത് ഒരാളോ അല്ലെങ്കിൽ ആളുകളോ തകർക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡാമേജ് നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഹൂ ക്യാൻ ഫയൽ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആർക്കെല്ലാം ഇത് ഫയൽ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഭർത്താവിനെ ഭാര്യയിൽ നിന്നും അകറ്റുവാനായിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കെതിരെയും ഭാര്യയെ ഭർത്താവിൽ നിന്നും അകറ്റുവാനായിട്ട് ഭാര്യയുടെ വീട്ടുകാർ ശ്രമിക്കുകയാണെങ്കിൽ അവർക്കെതിരെയും ചുരുക്കി പറഞ്ഞാൽ ഫയൽ ചെയ്യാനായിട്ട് പറ്റിയ ആർക്ക് മാത്രമാണ്? ഭാര്യയ്ക്കും ഭർത്താവിനുമാണ് ഇത് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇത് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? 4 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒന്ന്, വാലിഡ് മാരേജ്, അത് നിങ്ങൾ നിയമപരമായിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളവരാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. രണ്ടാമത്, ഇൻറ്റൻഷണൽ ആൻഡ് മെലീഷ്യസ് ഇൻ്റർഫറൻസ്, നിങ്ങളുടെ ജീവിതം തകർക്കുവാനായിട്ട് മൂന്നാമത് ഒരാളോ ആളുകളോ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ്. ദെൻ മെൻ്റൽ ആഗണി ആൻഡ് ലോസ് ഓഫ് ലവ്, ഈ വ്യക്തിയുടെ പ്രവൃത്തി മൂലം നിങ്ങളുടെ സ്നേഹം ബന്ധങ്ങളിൽ തകരാറ് സംഭവിച്ചു എന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓർത്തിയേക്കാം. മെരിറ്റൽ ഡിസ്കോർഡ് ഓർ സെപ്പറേഷൻ, ഇതിൻ്റെ പുറത്ത് നിങ്ങൾ ഭാര്യയും ഭർത്താവും സെപ്പറേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മനസ്സിലായല്ലേ? ഇനി തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് ചോദ്യം. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഭാര്യയല്ല, ഭാര്യ അല്ലാത്ത ആളുകൾ, അതായത് റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട് ആകാം, കാമുകി കാമുകന്മാർ, ആര് വേണമെങ്കിലും വരാം. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിന് കിട്ടുന്ന റിലീഫ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മോണിറ്ററി ഡാമേജസ്, നമുക്കൊരു നിശ്ചിത സംഖ്യ നഷ്ടപരിഹാരമായിട്ട് സാമ്പത്തികമായിട്ട് കോടതിയിൽ നിന്ന് ചോദിക്കാം. മെൻ്റൽ ആഗണി കോമ്പൻസേഷൻ, അതായത് മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിന് വേണ്ടിയിട്ടുള്ള കോമ്പൻസേഷൻ ചോദിക്കാം. ഇഞ്ചക്ഷൻ ഓർഡേഴ്സും നമുക്ക് ചോദിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പേരെന്താണ്? സിവിൽ സ്യൂട്ട് ഫോർ ഡാമേജസ്. ഇത് ലോ ഓഫ് ടോട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ കുടുംബജീവിതം തകർക്കപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുവാനായിട്ട് പറ്റും എന്നുള്ളതും മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.